ഹലോ കുട്ടികളെ, അവസാനത്തെ റിവിഷൻ, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഫാസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കൂളോംസ് ലോ, F is equal to K(Q1 Q2 by R square). അതിനകത്ത് ഫസ്റ്റ് F is proportional 1/R square ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ F1/F2 is equal to R2/R1 ഹോൾ സ്ക്വയർ. അതിൽ ഏതെങ്കിലും നാലെണ്ണത്തിലൊന്ന് മിസ്സിങ് ആയിരിക്കും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ പിന്നീടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു ചാർജ്, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് Q, മറ്റേതെന്താ Q മൈനസ് Q. ഓക്കെ, എന്നിട്ട് സെർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചു. എന്താ, ഒരു ചാർജിനെ Q മൈനസ് Q സെർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചു. ഈ ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഈ സ്മോൾ Q ക്യാപിറ്റൽ Q തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന്. അപ്പോൾ ഇവർ തമ്മിൽ ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഈ സ്മോൾ Q എത്രയാവണമെന്നോ, Q/2 ആവണം. അപ്പോൾ ഇത് എത്രയായിരിക്കും? Q/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോഴ്സ് മാക്സിമം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചോണം, Q is equal to എന്താ, Q/2. ഓക്കെ, ഇവർ തമ്മിലുള്ള റേഷ്യോ ഒക്കെ ചോദിക്കുക. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവുക എന്നാണ്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ട്. ഇത് Q, ഇത് Q. ഓക്കെ, Q രണ്ട് ചാർജ് വെച്ചു. എന്നിട്ട് ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി സെൻറ്ററിലൊരു ചാർജ് വെച്ചു. ആ ചാർജ് എത്രയാണ്? ഓക്കെ, ഇതിൽ സെൻറ്ററിൽ ചാർജ് വെച്ചു. ആ ചാർജ് എന്താ, -Q/4 ആയിരിക്കും. ചാർജ് ഈക്വൽ ടു -Q/4. ചെയ്യേണ്ട രീതികളൊക്കെ നിങ്ങൾ നോട്ടിലൊക്കെ നോക്കിക്കോണം. എന്താ, ഈ ഡിസ്റ്റൻസ് ഒക്കെ എത്തിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജിൽ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി നമുക്ക് അതിനകത്തേക്ക് വരുമ്പോൾ കൂളം ഫോഴ്സിൻ്റെ മീഡിയം F ഇൻ മീഡിയം ഈക്വൽ ടു F ഇൻ എയർ ബൈ K. K എന്താ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുക. അപ്പോൾ E = F/Q. യൂണിറ്റ് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കണം. E = എന്താ, KQ/R². Q1 Q2 ഒന്നുമില്ല, KQ/R². അതും ഈസ് പ്രപ്പോർഷണൽ 1/R² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഈസ് പ്രപ്പോർഷൻ, അപ്പോൾ E2/E1 = R1/R2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ സ്പീഡിലാണ് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2-3 ചാർജൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തേക്കണേ. ഇങ്ങനെ ഇത് Q, ഇത് Q, ഇത് Q. അപ്പോൾ ഈ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നോ, ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല, MCQ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, ഈ ഫോഴ്സും ഇങ്ങനെ ഉണ്ടാവും, ഈ ഫോഴ്സും താഴോട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നെറ്റ് എന്തായിരിക്കും എന്നോ, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. അപ്പോൾ അതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതെങ്ങനെയാണെന്നുള്ളത്, രണ്ട് ഐഡൻറ്റിക്കൽ ഫോഴ്സ് 120 ആക്ട് ചെയ്യുക. അപ്പോൾ റിസൾട്ടൻറ്റ് 1 ഓഫ് ദം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചു വെച്ചോണേ. എന്താ, രണ്ട് വെക്ടേഴ്സ് 120, രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള വെക്ടേഴ്സ് 120 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റും ഐദർ ഓഫ് ദം ആയിരിക്കും. റിസൾട്ടൻറ്റും അതിലൊന്നായിരിക്കും. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകുന്നതാണ്, നെറ്റ് 0 ആവുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ NCERT ടെക്സ്റ്റിൽ സോൾഡ് എക്സസൈസിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു ചാർജ്, ഒരു ബോഡി അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് എന്നൊക്കെ തരിക. എന്നിട്ട് പറയും ഇതിൻ്റെ മാസൊക്കെ തരും. ഓക്കെ, അതിൽ Q തന്നെ ചാർജും ഉണ്ട്. അതിങ്ങനെ എയറിൽ സസ്പെൻഡ് അല്ലെങ്കിൽ എയറിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. വെറുതെ നിൽക്കില്ലല്ലോ, താഴേക്ക് MG ഉണ്ട്. ആ MGന് ആരെങ്കിലും ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ ബാലൻസ് ചെയ്യണ്ടേ, അതുപോലെ ഈ MGന് ആരോ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ Q എന്ന് പറയുന്ന ചാർജാണ് ഇതിനുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടേക്ക് ആവണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E = F/Q ആണ്, F = QE. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ Q = mg ഇതാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ എന്താണെന്നുള്ളത്? ഒരു ചാർജ്ഡ് ബോഡി ഇങ്ങനെ എയറിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ വെയിറ്റ് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് ബാലൻസ് ചെയ്യുന്ന. അപ്പോൾ F = QE. അപ്പോൾ QE = mg അത് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകും, അടുത്ത ടോപ്പിക്കിലേക്ക്. അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളാണ്. അറിയാം, Q - സെർട്ടൻ സ്മോൾ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ നെറ്റ് ചാർജ് 0 മറക്കരുത്. പിന്നെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന് ഡൈപോൾ മൊമെൻറ്റ് P = 2AQ അറിയാമല്ലോ. അതിൽ
2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് Q ഇത് മൈനസ് Q. അപ്പോൾ ഇത് A ഇത് A കേട്ടോ. അപ്പോൾ ഈ 2a ആണ് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ഒക്കെ തരുന്നു. അപ്പോൾ നിങ്ങൾ എയിലിട്ടു തെറ്റിക്കരുത് കേട്ടോ. 2a ആണെന്ത് ഇവിടെ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ P മനസ്സിലായി. പിന്നെ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, അത് ആക്സിൽ ലൈനിലത് പഠിച്ചിട്ടുണ്ട്. ഈ ആക്സിൽ ഈസ് ഈക്വൽ ടു എന്താ 2kp/r³, ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു -kp/r³. അവർ തമ്മിലുള്ള റേഷ്യോ -2. ഇതൊക്കെ നോക്കിയേക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ആക്സിലും പിയും തമ്മിലുള്ള ആംഗിൾ, ഈ ആക്സിൽ അങ്ങോട്ടേക്കാണെങ്കിൽ പിയും അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും. ഈ ആക്സിലും പിയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ഈ ഇക്വറ്റോറിയലും പിയും തമ്മിലുള്ള ആംഗിൾ 180 ആണ്. അപ്പോൾ ഈ ഇക്വറ്റോറിയലും ഈ ആക്സിലും തമ്മിലുള്ളത് 180 ആണ്. ഓക്കെ, ദെൻ ഒരു ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇമ്പോർട്ടൻറ്റ്. ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കോ P ക്രോസ് E, P സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം ഫീൽഡിൽ ഈ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ യൂണിഫോം ഫീൽഡിൽ ഡൈപോൾ വെച്ച് കഴിഞ്ഞാലോ അതിന് ഫോഴ്സും ഫീൽ ചെയ്യും, ടോർക്കും ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് എന്ത് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും? റോളിംഗ് മോഷൻ, ഉരുണ്ട് പോകും. ദാറ്റ് ഈസ് ട്രാൻസ് റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, യെസ്. ദെൻ പിന്നെ നമ്മൾ ഒരു ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സെർട്ടൻ ആംഗിൾ തിരിക്കാൻ എത്ര വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യമുള്ള ആംഗിൾ W, ആ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos θ1 മൈനസ് cos θ2. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഡെറിവേഷനിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തൊട്ടുമുമ്പേ പറഞ്ഞില്ലേ ടോർക്ക് ഈസ് ഈക്വൽ P ക്രോസ് E. ആ ഡെറിവേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനിൽ കണക്കാക്കിയിട്ടൊന്ന് പഠിച്ചേക്കണം കേട്ടോ. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ ആ വർക്കിൻ്റെ പറഞ്ഞു. പിന്നെ അതിനകത്താണ് ആ വർക്ക് അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ -P.E -PE cos θ. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു കാര്യം കിടക്കുന്നുണ്ട്. എന്താണെന്നോ, ഒരു ഡൈപോള് സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇങ്ങനെ രണ്ട് ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ ഒരു ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആക്ടുന്ന ടോർക്കും ഫോഴ്സും 0 ആവുക എന്നാണ്. ഓക്കെ, അപ്പോൾ പിയും ഇയും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന ഇക്വിലിബ്രിയമാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. കൂടുതൽ പറയുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുന്ന ഇക്വിലിബ്രിയമാണ് എന്ത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ തീറ്റ 0 ഡിഗ്രിയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, തീറ്റ 180 ഡിഗ്രിയിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അതിനടുത്തേക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറുന്നത് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സാ. യെസ്, ഇമ്പോർട്ടൻറ്റ്. Phi is equal to E.A കേട്ടോ. അപ്പം നമ്മൾ Phi is equal to നമ്മുടെ സ്മോൾ എലിമെൻ്ററി ഏരിയയിലൊക്കെ ഉള്ളത് d∅ is equal to E.ds എന്നൊക്കെ. ds എന്ന് വെച്ചാൽ എന്താ? ഏരിയ വെക്ടറാണ്, സ്മോൾ ഏരിയ വെക്ടർ കേട്ടോ. അപ്പോൾ അത് ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് ഔട്ട്വേർഡ് നോർമൽ. പഠിച്ചേക്കണേ, ഏരിയ വെക്ടർ എപ്പോഴും ഔട്ട്വേർഡ് നോർമലാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി ഫ്ലക്സിൻ്റെ അപ്ലിക്കേഷനിലുള്ള ഒരു നമ്മുടെ മെയിനായിട്ടുള്ള അതിനകത്ത് വരുന്ന സാധനമാണ് ഗോസസ് തിയറം. അത് ശ്രദ്ധിച്ചോണേ. ഗോസസ് തിയറം പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് Q/ε0 എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ NCERT സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, എന്താ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് 3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരു ക്യൂബ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു സിലിണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അത് നിർബന്ധമായിട്ട് നോക്കിയേക്കണം കേട്ടോ. അത് കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ഞാൻ തന്നതാണ്. ഇനി അത് നോക്കണമെന്നും പറയുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ Phi is equal to Q/ε0. അതിന് ക്ലോസ് ഉണ്ടെങ്കിൽ E.d is Q/ε0. പിന്നെ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ 3 വരുന്നുണ്ട്. അത് ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷനിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അത്. അതിൽ ഒന്നാമത്താണ് കറണ്ട് ക്യാരിങ്, ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അതിനെ കൊണ്ടുണ്ടാവുന്ന യൂണിഫോംലി ചാർജ്, കറണ്ട് ക്യാരിങ് അല്ല, യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടർ. ആ ഡിസ്റ്റൻസ് അകലെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇക്വേഷൻ λ/2πr∈0. അതിനകത്ത് ഈസ് പ്രൊപ്പോർഷൻ ടു 1/r എന്നുള്ളത് മനസ്സിലാക്കിക്കണം. ലാംഡ എന്താ? ലീനിയർ ചാർജ് ഡെൻസിറ്റി കേട്ടോ. ഫാസ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത്, കാരണം നമുക്ക് ഇപ്പം പഠിച്ചു കഴിഞ്ഞതാണ്, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. ഇനിയുള്ളത് സർഫസ്, ഡ്യൂ ടു സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സർഫസ്. സിഗ്മയാണ് ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? σ/2ε0. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നോ,
എടോ ഇത് യൂണിഫോം ആയിരിക്കും, ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ സെയിം ആയിരിക്കും, ഡിസ്റ്റൻസിനനുസരിച്ച് ഇത് മാറത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഷീറ്റിൻ്റെ ഫീൽഡിൻ്റെ പ്രത്യേകതയാണത്. പിന്നെ അത് മൈനസ് വന്നാൽ എങ്ങനെയായിരിക്കും, പ്ലസ് വന്നാൽ എങ്ങനെയായിരിക്കും ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ സ്പെറിക്കൽ ഷെൽ. യെസ്, യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ചാർജ്, പഠിച്ചിരിക്കണേ. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ഒക്കെ പ്രൂഫൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്കറിയാം E=dV/dE എക്സ് അല്ലേ, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്. ദാറ്റ് ഈസ് ന്യൂമറിക്കലി നമുക്ക് dV/dx എന്ന് എഴുതാം. അപ്പോൾ ഇത് 0 ആണെങ്കിൽ V എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചാർജ്ഡ് ഷെല്ലിൻ്റെ അകത്ത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എല്ലാ സ്ഥലത്തും, ത്രൂ ഔട്ട് ഇറ്റ്സ് വോളിയം. അപ്പം അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി 0 ആണ്. ഈ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി പ്രൂഫ് പഠിച്ചേക്കണേ. E=എന്താ, σ/ε0 വരിക. പുറത്ത് ഇതാ ഇവിടെ സെൻട്രൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്താണെന്ന് വരിക, σr²/ε0r². ഇത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തേക്കണം. അതിനൊരു ഗ്രാഫ് ഉണ്ട്, ഒന്ന് നോക്കിയേക്കണേ. കാരണം ഇത് സ്മോൾ ആർ ആണ് ഇത്. അപ്പോൾ ഇത് സ്മോൾ r = ക്യാപിറ്റൽ R ആകുന്ന പോയിൻ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഇതാണ്, സോറി, ക്യാപിറ്റൽ R മേലെയാണ്. അപ്പോൾ ഇതിങ്ങനെ വരും, ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഓക്കെ, യെസ്. എടോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 അവിടെ കഴിഞ്ഞു, റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഫ്ലക്സൊക്കെ നല്ലോണം ശ്രദ്ധിച്ചേക്കണം. ഇനി അടുത്ത പോയിന്റ് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, V=W/Q. നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB - VA =W/Q. റീജിയൻ സ്ഥലത്തിലെ പൊട്ടൻഷ്യൽ മൈനസ് സ്റ്റാർട്ടിംഗ് സ്ഥലത്തിലെ =W/Q. വർക്ക് എന്ന് വെച്ചാൽ എനർജിയും കൂടിയാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു VB - VA × Q, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. ഓക്കെ, അപ്പോൾ വർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്, അതെന്താ എനർജിയും കേട്ടോ. അപ്പോൾ എനർജി എന്നുവെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ചാർജ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ. ഓക്കെ, ദെൻ നമ്മൾ പിന്നീടാണ് നമുക്ക് അതിനകത്ത് റിലേഷൻ ഇലക്ട്രിക് ഫീൽഡും ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിൽ റിലേഷൻ. E=എന്താ, -dV/dx ഒന്ന്. പിന്നെ വേറൊന്ന് V = എന്താ, നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. കേട്ടോ അത് നമുക്ക് വരുന്നുണ്ട്. V = എന്താ, -∫EdA ലൈൻ ഇൻ്റഗ്രലാണ്. ചിലപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് V കാണേണ്ടതുണ്ടാവും, ചെയ്തോണം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ -dV/dx ആണ്. ഇതും ചോദിക്കാറുണ്ട്, കുറച്ച് നല്ല ടഫ് ക്വസ്റ്റ്യനിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് K⁴R ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതറിയാം, K⁴R. പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറിയാം അല്ലേ, K2p cos⁡r². അത് ആക്സിൽ ലൈനിൽ ആക്സിൽ ലൈനിൽ എന്താ വരിക, θ0 ആണ്. അപ്പോൾ അത് ഉണ്ടാവും, p/r² വരും. പക്ഷേ ഇക്വറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ 0, അത് പഠിച്ചിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വരുന്നത്, പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി കേട്ടോ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിൻ്റെ 4 പോയിന്റുകളും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണേ. എന്താ, വർക്ക് ഡൺ ടു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാ ഒരു ചാർജ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റിനും അതൊരു സ്പിയറാണെന്ന് വെച്ചോളൂ. സ്പിയറിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിയറിൻ്റെ പുറത്തുള്ള എല്ലാ പോയിന്റും എന്താ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എയിൽ നിന്നും ഇതാ ഡി ഇതിലേക്കൊരു ചാർജിനെ മൂവ് ചെയ്യിച്ചു എന്നൊക്കെ പറയും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിച്ചു എന്നൊക്കെ പറയും. വർക്ക് ഡൺ എന്താ, 0 ആ. വർക്ക് ഡൺ ടു മൂവ് എലോങ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് = 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് നോർമൽ ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. മൂന്നാമത്തെ പോയിന്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി സ്ട്രോങ് ആയുള്ള സ്ഥലത്ത് ക്ലോസ് ആയിരിക്കും, വീക്ക് ആയുള്ള സ്ഥലത്ത് വൈഡ്ലി സെപ്പറേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ അടുത്ത പോയിന്റിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം കൂടെ, ഒരു കാര്യം ശ്രദ്ധിച്ച് എല്ലാവരും ഇതാ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് യൂണിഫോമാണ് ഇലക്ട്രിക് ഫീൽഡ്. എങ്കിലും പൊട്ടൻഷ്യൽ നോക്കൂ, പൊട്ടൻഷ്യൽ ഇത് A ഇത് B. ഇവിടെ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ കൂടെ നീങ്ങുന്ന സമയത്ത് ഡയറക്ഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരിക ചെയ്യും. അപ്പോൾ VB ഈസ് ലെസ് ദാൻ VA.
കേട്ടോ. കാരണം ഇതാണ് സോഴ്സ് ചാർജ്, ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇത് Q3/R ആണ്, ഇത് Q3/R', കുറച്ച് R' കൂടുതലല്ലേ, അത് തന്നെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ കൂടെ നീങ്ങുന്ന സമയത്ത് പൊട്ടൻഷ്യൽ കുറഞ്ഞ് വരിക ചെയ്യും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ കാര്യം അവിടെ പിടികിട്ടി. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ എനർജി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത്, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റം ഓഫ് 2 ചാർജസ്. അതെന്താ? U is equal to 1/4π Q1 Q2/R², ഇല്ല R. സിസ്റ്റം ഓഫ് 3 ചാർജസ് ഇതൊക്കെ ഉണ്ട് അല്ലേ, സിസ്റ്റം ഓഫ് 3 ചാർജസ് Q വെച്ചിട്ടുള്ളതൊക്കെ ഒക്കെ ഉണ്ട്. മറന്നുപോയത് ജസ്റ്റ് നോക്കിയേക്കണം കേട്ടോ. അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആദ്യം ഇങ്ങനെ വെച്ചു, പിന്നെ എന്താ ഈ ചാർജിനെ പിന്നെ എല്ലാ ചാർജും മിഡിലിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇങ്ങനെയായി. വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്നൊക്കെ ചോദിക്കും. ഇവിടെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ മതി. ആദ്യത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക മൈനസ് അവസാനത്തെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, ദെൻ അതിനുശേഷമാണ് നമ്മുടെ കപ്പാസിറ്ററിലേക്ക് വരുന്നത്. കപ്പാസിറ്റർ ശ്രദ്ധിച്ചോണേ, C is equal to എന്താ, Q/V പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ε0A/d. ഇതിലേക്കൊന്നും പ്രൂഫിലേക്ക് അങ്ങനെ പോകണ്ട, ഇതിൻ്റെ മാത്രം ഒന്ന് പ്രൂഫ് പഠിച്ചിരിക്കണം. ε0A/d, A ഏരിയ, D ഡിസ്റ്റൻസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത്, ഒരു ഡൈലക്ട്രിക് ഇതിനകത്ത് അകത്തേക്ക് എയർ ആണെങ്കിൽ ε0A/d, ഇല്ലെങ്കിലോ ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ K × ε0A/d. അപ്പോൾ എന്താ, K ടൈംസ് C in medium is equal to K times C. ഓക്കെ, പിന്നെ സീരീസ് പാരലൽ കപ്പാസിറ്റർ സീരീസിലാണെങ്കിൽ അറിയാം അല്ലേ, പാരലാണെങ്കിലാണ് ആഡ് ചെയ്യുക, സീരീസിലാണ് 1/, എന്നുള്ള ഫോമാറ്റാണ് വരിക. ഓക്കെ, അപ്പോൾ സീരീസ് പാരലൽ അതൊക്കെ ഒന്ന് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് ഡൈലക്ട്രിക്സ് വെക്കുമ്പോഴുള്ള പിന്നെ ഒരു കാര്യം കൂടെ, ഡൈലക്ട്രിക് വെക്കുമ്പോഴുള്ള ഞാൻ പറഞ്ഞു, ഇത് K ടൈംസ് ആയി. പിന്നെ എനർജി സ്റ്റോർഡ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ, ½CV². എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റി എന്താ, ½CV², Q²/2C, ½QV, 3 ഇക്വേഷൻസ്. പിന്നെ അതിനകത്ത് വേറൊരു സാധനം കൂടിയുണ്ട്, എനർജി ഡെൻസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അത് ചിലർ മറന്നത് കണ്ട്, അത് മറക്കരുത്. എനർജി ഡെൻസിറ്റി ഇക്വേഷൻ ½ε0E². എടോ, എനർജി ഡെൻസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ½ε0E². ഇത് തന്നെയാണ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലും കാണാൻ പറ്റും. അതെന്താ, B²/2μ0. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. യെസ്. പിന്നെ നമ്മൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിലേക്ക് ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നു, എന്ത്, ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ കപ്പാസിറ്ററിന് വരുന്ന ചേഞ്ച്, വോൾട്ടേജിന് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വരുന്ന ചേഞ്ച്, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിക്ക് വരുന്ന ചേഞ്ച്, പിന്നെ ചാർജിന് വരുന്ന ചേഞ്ച്, എനർജി സ്റ്റോറിന് വരുന്ന ചേഞ്ച്, ഇതൊക്കെ പഠിച്ചിരിക്കണം. എല്ലാം നമ്മുടെ നോട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് തീരില്ല. ഓക്കെ, ദെൻ പിന്നെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്ന ആ കേസും ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റിനാണ് 5 മാർക്സിൽ ഒരു ബി പാർട്ടായിട്ട് 2.5 മാർക്സിന് ഇതായിരുന്നു, 2.5 മാർക്സിന്. ഓക്കെ, പിന്നെ 2 കപ്പാസിറ്റേഴ്സ് ചാർജ് ചെയ്തു, V1 V2 ഇങ്ങനെ വെച്ച്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതിൻ്റെ എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെച്ചിരിക്കണം. റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ, ചാർജ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ കുറച്ച് ഈ വയറിലൂടെ കറണ്ട് പോകുമ്പോൾ കുറച്ച് എനർജി നഷ്ടപ്പെടും. ആ എനർജി ലോസിൻ്റെ ഇക്വേഷൻ ഉണ്ട്, നോട്ടിലുണ്ട്, റെഫർ ചെയ്ത് പഠിച്ചിരിക്കണം. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ഡെറിവേഷൻസ് എന്ന് പറയാനില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഗോസസ് തിയറിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ ടോർക്ക്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആക്സിലറി ഇക്വിറ്ററി ലൈനിൽ നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചതാണ്, ജസ്റ്റ് നോക്കിയേക്കാൻ മതി കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ ചെയ്യണം. ഓക്കെ, ദെൻ തേർഡ് ചാപ്റ്ററിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് ഏരിയ മാറ്റി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് യൂണിറ്റ് വോളിയം മാറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ മാറ്റി, ടെമ്പറേച്ചർ കൂട്ടി, അങ്ങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ സംഭവിക്കുക, കറണ്ട് എന്ത് സംഭവിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിലേഷൻ പഠിക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD = -E⁴/m. കറണ്ടിൻ്റെ ടേംസ് I = NAEVD. റെഡി? ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓംസ് ലോ അറിയാം, V = IR. പിന്നെ റെസിസ്റ്റൻസ് ഇൻഡിക്കേഷൻ R = ρl/A, റെസിസ്റ്റിവിറ്റി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേ റെസിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്യുന്നത് നിർബന്ധമായും പഠിച്ചിരിക്കണേ. സ്ട്രെച്ച് ചെയ്യുക, വലിച്ചു നീട്ടുക.
സ്ട്രെച്ച് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വലിച്ചു നീട്ടുമ്പോൾ ഇത് മെലിയുകയും ചെയ്യും, ഏരിയയും കൂടെ ചേഞ്ച് ആവും. ഏരിയ ചേഞ്ച് ആവുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല, അത് നമ്മൾ എടുക്കണം, നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ലെങ്ത് ചേഞ്ച് ആവുന്നത് മാത്രം നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മുമ്പത്തെ ഏരിയ ഇൻറ്റു ലെങ്ത് ഈക്വൽ ടു സ്ട്രെച്ചിന് ശേഷമുള്ള ഏരിയ ഇൻറ്റു ലെങ്ത് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് ചെയ്യാം. പിന്നെയുള്ളതാണ് റെസിസ്റ്റൻസിൻ്റെ ഡിപ്പെൻഡൻസ്. ടെമ്പറേച്ചറും റെസിസ്റ്റൻസും നമ്മൾ ഡിപ്പെൻഡൻസ് പഠിച്ചിരിക്കണേ. ഇക്വേഷൻസ് R = R0 × 1 + α ΔT എന്നൊക്കെ. പിന്നീടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറണ്ട് ലോ നിർബന്ധമായിട്ട് ഡയറക്റ്റ് ചോദിച്ചിട്ട് പ്രോബ്ലം കൂടെ വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചിരിക്കണം. പിന്നെ സെൽ, EMF, ടെർമിനൽ PD, ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഓഫ് സെൽ, മൂന്നും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതില്ലാതെ പേപ്പർ ഉണ്ടാവാറില്ല. ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഓഫ് സെൽ എന്താ, EMF-ഉം എക്സ്റ്റേണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ, പിന്നെ ടെർമിനൽ PDയും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ, പിന്നെ ഈ ടെർമിനൽ PDയും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് അതിങ്ങനെയാണ് വരിക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കാണണം, അതിൻ്റെ പൈ ഇൻ്റർസെപ്റ്റ് കാണണം, ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ കോമ്പിനേഷൻ ഓഫ് സെൽസ് നമുക്ക് വരുന്നുണ്ട്. കോമ്പിനേഷൻ ഓഫ് സെൽസിൽ സീരീസ് കോമ്പിനേഷൻ നിങ്ങൾക്കറിയാം, പാരലൽ കോമ്പിനേഷൻ ഡെറിവേഷൻ ഒന്ന് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. അതൊരു തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് വരുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ. കിർച്ചോഫ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് എൻ്റെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം ആ വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ആ ഒരു KVL ഉപയോഗിച്ചുള്ള പ്രൂഫ് അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതേ ഉള്ളൂ സെക്കൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. റിവൈസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ, ഈ സിഗ്മ നമ്മുടെ ഓംസ് ലോയുടെ വെക്ടർ ഫോം അതെന്തായിരുന്നു, സിഗ്മ ഇ, എന്ത് J = സിഗ്മ ഇ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് പഠിച്ചിരിക്കണേ, അത് ആവശ്യമുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാനും ആവശ്യമുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രൂഫും പഠിച്ചു വെച്ചിരിക്കും. ഓക്കെ, ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു, കറണ്ട് ഇലക്ട്രിസിറ്റി. ഇനി മൂവിങ് ചാർജസിലേക്ക് കയറുന്ന സമയത്ത് ബയോട്ട് സവാർട്ട് ലോ എല്ലാവർക്കും അറിയാം. അത് dB = μ0 / 4π IDL sin θ r². ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇത് നോക്കൂ, ഇതിങ്ങനെ ഒരു ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ വെച്ചു, എന്നിട്ടൊരു സെല്ല് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ I1 ആയി, ഇവിടെ I2 ആയി, ഇങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ സെൻട്രൽ എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആർക്ക് ഉണ്ടല്ലോ, ABC എന്ന് പറയുന്ന ഈ ആർക്ക് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ ആർക്ക് കൊണ്ട് I2 കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കണ്ടോ I1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ B1 എന്ന് കൊടുക്കുക അതിന്. അത് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആകുമ്പോൾ അത് സൗത്ത് പോളാണ്, അപ്പോൾ ഉള്ളിലേക്കാണ്, ഇങ്ങനെയാണ്. പക്ഷേ I2ൻ്റെ ഇതെങ്ങനെയാണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസാണ്, അപ്പോൾ അത് ഉള്ളിലേക്ക് അങ്ങനെ, അപ്പോൾ പുറത്തേക്ക് എന്നുള്ളത് നമ്മൾ ഡോട്ട് ഇട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രീതിയിൽ ഇങ്ങനെ ഒരു ലൂപ്പിനെ നമ്മൾ എവിടെന്നെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. അപ്പോൾ നെറ്റ് എന്തായിരിക്കും, 0.0 ആയിരിക്കും. ഇത് കണ്ടോ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. μ0 I × dl, ഈ കേസിൽ IDL കോൺസ്റ്റൻ്റ് ആയിരിക്കും, എന്നുവെച്ചാൽ I × L കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഈ I1 ഈ വോൾട്ടേജ് സെയിം ആണ്. ഇപ്പോൾ എക്കും സിക്കും ഇടയിലുള്ള ഈ ആർക്കിന് കിട്ടിയ വോൾട്ടേജ് ഈ ആർക്കിന് കിട്ടിയ വോൾട്ടേജും സെയിമാണ്. പക്ഷേ ഇതിലെ കറണ്ടോ I1, ഇതിലെ I2 ആണ്. പക്ഷേ ഇതിന് ലെങ്ത് കുറവാണ്, അപ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്, അപ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. ഇതിന് ലെങ്ത് കൂടുതലാണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ഇതിന് കറണ്ട് കുറവും ഇതിന് കറണ്ട് കൂടുതലും. എന്നുവെച്ചാൽ I × L കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, സെൻറ്ററിൽ 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ മുറിച്ചാലും കേട്ടോ, ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇവിടെ സെൻറ്ററിൽ എന്താണ്, ഇങ്ങനെ ഉണ്ടാവും, സെൻറ്ററിൽ 0. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഒരു കണ്ടക്ടർ, ഇപ്പം ഇങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞതാണ്. ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഇവിടെ ഇതിനെ കൊണ്ട് ഇത് സെമി സർക്കിളാന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കും, എടോ ഈ സാധനത്തിനെ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നതും ഈ സാധനത്തിനെ ഇവിടെ ഉണ്ടാകുന്നതും 0 ആണ്.
ഇതിനെക്കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇല്ല. ഇതിനെക്കൊണ്ട് മാത്രമേ ഉള്ളൂ. അതെത്രയാ? ബി ഈക്വൽ ടു മ്യൂ 0I/4R വരിക അല്ലേ? സെമി സർക്കിളാണ്. സർക്കിളിൻ്റെത് മ്യൂ 0I/2R ആണ്, ഇതിൻ്റെത് 4R വരും. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ഈ പീസിനെ കൊണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നത് എന്തുകൊണ്ടാണ്? തീറ്റ 0 സൈൻ 0 0. ഇതും അതേപോലെ തന്നെ സൈൻ 0 0 അതുകൊണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഏത്? സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇക്വേഷൻ. ഇത് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മ്യൂ 0I/a², റേഡിയസ് എ ആണെങ്കിൽ മ്യൂ 0I/a²/2 x² + a² all raised to 3/2. ഇക്വേഷനും പഠിച്ചിരിക്കണം, ഡെറിവേഷനും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഡെറൈവ് ചെയ്തിട്ട് ഒരു 3 മാർക്സിൻ്റെതേ ഉള്ളൂ ഡെറിവേഷൻ. അതിൻ്റെ ഒപ്പം ബി പാർട്ടായിട്ട് ഉണ്ടാവും. 5 മാർക്സിൽ ചെറിയ പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ നോട്ടിൽ നോക്കി റെഫർ ചെയ്തിരിക്കണം. ഇന്ന് റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് അതിനകത്ത് ആംബിയസ് സർക്യൂട്ടൽ തിയറാണ്. അതൊന്ന് വായിച്ചിട്ടേക്കുക. സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പിന്നെ സോളിനോഡിൻ്റെ ഇക്വേഷൻ അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മ്യൂ 0 Ni ആണ്. അത് പ്രൂഫ് പഠിക്കണം എന്നില്ല. പിന്നീടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററിലേക്ക് വരുന്നത്, ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ്. എന്താ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് Q/V×V. അപ്പോൾ അത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തതുമാണ്, എന്നാലും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. Q/V×V ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഫോഴ്സ് വെലോസിറ്റിക്ക് മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലറാണ്, ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി 0 ആയിരിക്കും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആയിരിക്കും, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതുകൊണ്ട് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിങ്ങൾക്കറിയാം തീറ്റ 0 ഡിഗ്രിയും തീറ്റ 180 ഡിഗ്രിയും ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 അതറിഞ്ഞിരിക്കണം അല്ലേ? QVB സൈൻ തീറ്റ എന്ന് വരിക. സൈൻ 0യും സൈൻ 180 0 അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴോ QVB മാക്സിമം ആവും. ആ സമയത്ത് mv²/r സെൻട്രി പെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു QVB എന്ന് വരും. ഇത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് റേഡിയസ് കാണാൻ, അതിനകത്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റേഡിയസ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, കൈനറ്റിക്, ഇതൊക്കെ നിങ്ങൾ നോട്ടിലുണ്ട്, റെഫർ ചെയ്ത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, പഠിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർജ് മറക്കരുത്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താ? 2e ആണ്. ഹീലിയം ന്യൂക്ലിയസിൻ്റെ ഇക്വലൻ്റാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസും പഠിച്ചിരിക്കണേ. 4 ടൈംസ് മാസ് ഓഫ് പ്രോട്ടോണാണ്. അത് പഠിക്കണം. പിന്നെ ഡ്യൂട്ടീരിയത്തിൻ്റെ ന്യൂക്ലിയസ്. ന്യൂട്രോണിൻ്റെ എത്രയാണെന്ന് വരിക? ഈ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് തന്നെയാണ് വരിക. പക്ഷേ മാസ് 2 പ്രോട്ടോണിൻ്റെ വരും. കാരണം ന്യൂക്ലിയസിനകത്ത് 1H2 ആണ് ഡ്യൂട്ടീരിയം. നിങ്ങൾക്കറിയാലോ, ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. തീറ്റ 0 ഡിഗ്രി, 180, 90 ഇത് മൂന്നും അല്ലാതെ രീതിയിൽ വരുന്ന സമയത്ത് ചാർജ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ഹെലിക്കൽ മോഷൻ കേട്ടോ. ഈ മാഗ്നറ്റിക് ഫോഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റാണ്. അത് ഇന്ന് നിർബന്ധമായിട്ട് എല്ലാം ഒന്ന് നോക്കിയേക്കണം. ഹെലിക്കൽ മോഷൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ കേട്ടോ. ടൈം പീരീഡ് 2πm/qb ആണ്. വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റിയും കൂടെ വരും. ഏത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി. നോക്കിയേക്കാം നോട്ടിൽ നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ F = ILB sin θ. F = I/L×V. അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫോഴ്സ് മാക്സിമം വന്നപ്പോൾ 90 ഡിഗ്രി അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അറിയാം. പിന്നെ അടുത്തത് വരുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ? ഇങ്ങനെ 2 സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് 1 ആംബിയർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. SI/SL 1 ആംബിയർ ഡിഫൈൻ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ചോദിക്കും. ഇത് പറഞ്ഞിട്ട് 1 ആംബിയർ ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, സെയിം ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ അട്രാക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ റിപ്പൾഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഒരു റെക്ടാങ്കുലർ കറണ്ട് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ടോർക്ക് ഫീൽ ചെയ്യും. M×B, MB sin θ. M മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. M = NIA. N നമ്പർ ഓഫ് ടേൺസ്, I കറണ്ട്, A ഏരിയ. ഓക്കെ,
അപ്പോൾ എപ്പോഴും എമ്മിൻ്റെ ഡയറക്ഷൻ ഈസ് ഔട്ട്വേർഡ് നോർമൽ. ഏരിയ വെക്ടറിന് പാരലായിട്ടായിരിക്കും എന്നിൻ്റെ ഡയറക്ഷൻ വരിക, എമ്മിൻ്റെ ഡയറക്ഷൻ വരിക, പഠിച്ചിരിക്കണം. ഓക്കെ. അതിനുശേഷം ഈ ടോർക്കിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണേ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ അതിൻ്റെ ഡയഗ്രാം, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി, ഫിഗർ ഓഫ് മെറിറ്റ്, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇക്വേഷൻ അടക്കം ഫുള്ള് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓക്കെ. പിന്നെ ലാസ്റ്റ് കൺവേർഷൻ. ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? സീരീസിൽ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കാൻ പാരലായിട്ട് സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അതിനെ നമ്മൾ പറയുക ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, കഴിഞ്ഞു. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അതിനകത്ത് ആക്ച്വലി നമ്മൾ വളരെ കുറച്ച് ഒരു പേപ്പർ നമ്മൾ ലാസ്റ്റ് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അത് മാത്രം. ഏതാ? ഡയാപാരാഫെറോ മാഗ്നറ്റൈസേഷൻ്റെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഡയാപാരാഫെറോ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഈ മൂന്നെണ്ണത്തിലും ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി, മ്യൂ ആർ, മ്യൂ കൈ, ഇതൊക്കെ പഠിച്ചിരിക്കണം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഇതൊക്കെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. ഒരു 2 മാർക്സ് ഒക്കെ കിട്ടും. ആ ചാപ്റ്ററിന് അത്രയേ ഉള്ളൂ, അത്രയേ ചോദിക്കുകയുള്ളൂ കേട്ടോ. അതേ പഠിക്കാനുള്ളൂ സിലബസിൽ. ഓക്കെ. നെക്സ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനകത്ത് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. പ്രോബ്ലമാണ് മെയിനായിട്ട് ഇതിനകത്ത് ചോദിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് E=- -dϕ/dt ലെൻസസ് ലോ ഉപയോഗിച്ചിട്ട്. പിന്നെ അറിയാലോ ഡയറക്ഷൻ കാണുന്നതൊക്കെ. ഇത് ഒരു കോയിലാന്ന് വെച്ചോളൂ. നോർത്ത് പോൾ ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ഇവിടെ നോർത്ത് ഫോം ചെയ്യണം. നോർത്ത് ഫോം ചെയ്യണമെങ്കിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നോർത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ അതിനെ പിടിച്ചു വെക്കണം ലെൻസസിലോ അല്ലേ. അപ്പോൾ എന്താ? ഇവിടെ സൗത്ത് ഫോം ചെയ്യണം, അപ്പോൾ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാനും ഒക്കെ ചോദിക്കും. പിന്നെ കറണ്ട് ഇൻക്രീസിങ്, കറണ്ട് ഡിക്രീസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഇത് കറണ്ട് ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, ഇങ്ങനെ ഒക്കെ ചെയ്താണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തിട്ടേക്കണം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഇൻക്രീസിങ് ആണ്, പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി കൂടി വരിക. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ അകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണം. അകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യണം, ഇവിടെ സൗത്ത് ഫോം ചെയ്യണം, അപ്പോൾ ക്ലോക്ക് വൈസ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതിൽ ഒരു സർക്കുലാർ കോയിലിൽ ഒരു കപ്പാസിറ്റർ വെച്ചു. അതൊരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ്സ് ആണ് എയും ബിയും. അപ്പോൾ ഇത് ഔട്ടറാണ്, ഈ ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോർത്ത് സൗത്ത് ഇതിങ്ങനെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെ നോർത്ത് ചെല്ലുമ്പോൾ നോർത്ത് ഫോം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ഉണ്ടാവണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ A to B, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഇതാ, ഇങ്ങനെ കറണ്ട് ഫ്ലോ ഈ രീതിയിൽ വരും. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും A ആണ്. ഇപ്പം നമ്മളോട് പറയുക ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ പൊളാരിറ്റി ലേബൽ ചെയ്യാനാണ്. അപ്പോൾ കറണ്ട് ഇവിടത്തേക്കാണ് പോകുന്നത് ഇങ്ങനെ. അപ്പോൾ A പോസിറ്റീവും B നെഗറ്റീവും ആണെന്ന് വിചാരിക്കും. നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. ഇത് സെല്ലാണേ അങ്ങനെയാണ്, A പോസിറ്റീവും B നെഗറ്റീവും. പക്ഷേ ഇത് നേരെ തിരിച്ച്, അത് ആലോചിച്ചാൽ മതി. കാരണങ്ങളൊക്കെ അറിയാമല്ലോ. കാരണങ്ങൾ എന്താ? ഈ എയിൽ നിന്ന് എയും ബിയും 2 കപ്പാസിറ്റർ പ്ലേറ്റ്സാണ്, ന്യൂട്രൽ പ്ലേറ്റ്സാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ്? എ എന്ന് പറയുന്ന ന്യൂട്രൽ പ്ലേറ്റ്സിൽ നിന്നും കറണ്ട് ഇങ്ങോട്ടേക്ക് ബിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബിയിൽ നിന്നും ഇലക്ട്രോണിനെ പറിച്ച് താഴേക്ക് ഇതിലോട്ട് തന്നെ മേലെ എയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാവുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും, ബി ഇലക്ട്രോൺ ലൂസ് ചെയ്യും. അതുകൊണ്ട് ബി പോസിറ്റീവും എ നെഗറ്റീവും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. പിന്നെ അറിയേണ്ടത് നമ്മുടെ ഇതൊന്ന് പഠിച്ചിരിക്കണേ. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തിട്ടേ നിങ്ങൾക്ക് ഇതാ ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്, ഇത് പുറത്തേക്ക് പോവുക യൂണിഫോം വെലോസിറ്റിയിൽ. അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ d∅dt സംഭവിക്കും. ആ d∅dt ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് പുറത്തേക്ക് പോകും അല്ലേ, കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇതൊരു സർക്കിളാണ്. സർക്കിൾ പുറത്തേക്ക് പോകുമ്പോൾ നോക്കൂ, ഓരോ ഇൻസ്റ്റൻറ്റിലും പുറത്തേക്ക് വരുന്ന ഏരിയയുടെ അളവ് വ്യത്യാസമല്ലേ.
ഫ്ലക്സ് ഏരിയയുടെ അളവ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ EMF വേരിയബിൾ ആയിരിക്കും, EMF കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇതിങ്ങനെ തന്നെ NCERT ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇതിൽ വേരിയബിൾ, ഇതിൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, പഠിച്ചിരിക്കണം. പിന്നെ ഇത് പുറത്തേക്ക് പോകുമ്പോൾ എന്താ, ഫ്ലക്സ് ഏരിയ കുറയല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുക ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയാൻ അനുവദിക്കരുത്, ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൂട്ടി കൊടുക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, അത് കൂടണമെങ്കിൽ ഉള്ളിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ടായാൽ മതി. അകത്തേക്ക് ആവണമെങ്കിൽ സൗത്ത് ഫോം ചെയ്യണം. അപ്പോൾ ക്ലോക്ക് വൈസ് ഇങ്ങനെ ഈസിയാണ്. അപ്പോൾ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ L ലെങ്തുള്ള കണ്ടക്ടർ V വെലോസിറ്റിയിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ ഉള്ളിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV. പഠിച്ചിരിക്കണേ, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV. അപ്പോൾ അതിനകത്ത് മോഷണൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡല്ല, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താ, ഇൻഡ്യൂസ്ഡ് മോഷണൽ EMF മോഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. BLV/R കണ്ട കറണ്ട് കിട്ടും. അപ്പോൾ അത് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസിക്കൽ -L × di/dt. ഫ്ലക്സ് ഫൈസിക്കൽ LI ആണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ. പിന്നെ ഫ്ലക്സ് ഫൈസിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ φ = MI ആണ്. പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ ഇൻഡ്യൂസ്ഡ് EMF -M × di/dt ആണ്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് L = μ0 n²A/L. സ്മോൾ n ആണെങ്കിൽ, ക്യാപിറ്റൽ ആണ് n²A/L. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രൂഫ് കിടക്കുന്നുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 ലോങ് കോ ആക്സിയൽ സോളിനോയിഡ്സ് M12 = M21. അത് പഠിച്ചിരിക്കണം, അതിൻ്റെ പ്രൂഫ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിനകത്ത് ആ 2 ലോങ് കോ ആക്സിയൽ സോളിനോയിഡ്സിൻ്റെ അതിൻ്റെ സൈഡിൽ ഒരു സോൾവഡ് എക്സാമ്പിൾ ഉണ്ട്. 2 സെയിം കോമൺ ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സിമിലർ ടു ഈ കോ ആക്സിയൽ സോളിനോയിഡ്സ് ആണ്. അതും ഒന്ന് നോക്കിക്കണം, അത് വരും. യെസ്, പിന്നീടാണ് അതിനകത്ത് നമ്മുടെ AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇങ്ങനെ 2 ഡിവൈസ്, അത് 2 ഡിവൈസിൽ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചിരിക്കണം. ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ എനർജി ലോസസ് ഒക്കെ പഠിച്ചിരിക്കണേ. എഡി കറന്റ് ലോസ്, പിന്നെ കോപ്പർ ലോസ്, ഹമ്മിങ് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് തന്നിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് മെയിനായിട്ട്. യെസ്, ഇനി അടുത്തതാണ് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം തന്നെ പ്രോബ്ലം വരും, പിന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. 5 മാർക്സും വന്നിട്ടുണ്ട് LCR സർക്യൂട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ വാല്യൂസാണ്, ഇതിൻ്റെ 3 വാല്യൂസാണ് ഉള്ളത് അല്ലേ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ E0 sin ωt, I0 sin ωt അറിയാം, പറയണ്ട. പിന്നെ ആവറേജ് വാല്യൂ ഫുൾ സൈക്കിളിൽ 0 MCQ കേട്ടോ. പിന്നെ ഹാഫ് സൈക്കിളിൽ 2I0/π 2E0/π. പിന്നെ RMS വാല്യൂ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. AC-യുടെ വാല്യൂ ഒന്നും പറയാതെ തരികയാണെങ്കിൽ അത് RMS വാല്യൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ 10 വോൾട്ട് AC എന്ന് വെറുതെ പറയുകയാണ്, 100 വോൾട്ട് AC എന്ന് പറയുകയാണ്, 10 ആംപിയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ 10 ആംപിയർ AC എന്ന് പറയുകയാണ്, അത് RMS വാല്യൂ ആണ്. ഓക്കെ, IRMS = I0/√2, ERMS = E0/√2 പഠിച്ചിരിക്കണം. പിന്നെയുള്ളത് 3 ബേസിക് സർക്യൂട്ടുകളാണ്. റെസിസ്റ്റർ സർക്യൂട്ട്, ഇൻഡക്ടർ സർക്യൂട്ട്, കപ്പാസിറ്റർ സർക്യൂട്ട്. റെസിസ്റ്റർ സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് ഡിഫറൻസ് 0. അതിനകത്ത് റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, R, വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഇൻഡക്ടർ സർക്യൂട്ടാണ്. ഇൻഡക്ടർ സർക്യൂട്ടിൽ ആരാ ലീഡ് ചെയ്യുക, വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. അതിനകത്തുള്ള റെസിസ്റ്റൻസിൻ്റെ പേര് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്താ, XL = L ω. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാ പറയുക. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ പേരാണത്. അപ്പോൾ L × 2π ആണ്. ഈ XL-ഉം ന്യൂവും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫിക്കൽ റിലേഷൻ ഇതാ ഇങ്ങനെയുണ്ടാവുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ചോദിച്ച ക്വസ്റ്റ്യനാണ്. പിന്നെ DC-ക്ക് ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ XL DC-ക്ക് റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല, അതും പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അപ്പോൾ ഇൻഡക്ടർ സർക്യൂട്ടിൽ വോൾട്ടേജ് ലീഡ്സ് ദ കറന്റ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. ഇനി മൂന്നാമത്തെ സർക്യൂട്ടാണെന്ത്, കപ്പാസിറ്റർ സർക്യൂട്ട്. കപ്പാസിറ്റർ സർക്യൂട്ടിൽ ആരാ, കറണ്ട് ഡൊമിനേറ്റ് ചെയ്യും, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. അപ്പോൾ ആ കപ്പാസിറ്റർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. XC = 1/C⍵. അപ്പോൾ XC = 1/C × 2π μ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫും ചോദിച്ചിട്ടുണ്ട്.
എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/μ എന്നാണ് വരിക. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് അറിയാൻ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഡി സിക്കോ ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ എന്താവും എക്സ് സി ബിക്കംസ് ഇൻഫിനിറ്റ്. അപ്പോൾ ഡി സിനെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, കടത്തിവിടില്ല, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. കഴിഞ്ഞു. അപ്പോൾ ഇത് മൂന്നും കഴിഞ്ഞു. ഇനിയുള്ളത് LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിൽ ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 കേസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് കേസിൽ VL ഗ്രേറ്റർ ദാൻ VC. അതിനകത്ത് എന്തൊക്കെയാണ്? ഫൈ എല്ലാം പഠിച്ചിരിക്കണേ. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് XL മൈനസ് XC/R. പിന്നെന്താ? റിസൾട്ടൻ്റ് വോൾട്ടേജ് ഈക്വൽ ടു √VR² പ്ലസ് VL മൈനസ് VC ഓൾ സ്ക്വയർ. ഇംപെഡൻസ് ZLCR ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ഓൾ സ്ക്വയർ. കഴിഞ്ഞു ഫസ്റ്റ് കേസ്. ഇവിടെ ഇതിനകത്ത് ഈ LCR അല്ലാതെ ആറും എല്ലും മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. സിയുടെ ഈ എല്ലാ ഇക്വേഷൻസൊക്കെ സെയിം തന്നെ. പക്ഷേ സിയുടെ വാല്യൂ XC വരുന്ന സ്ഥലത്ത് 0 കൊടുത്തുവെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. ആറും സിയും ആണ് ഉള്ളൂ സർക്യൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ LCR ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ എല്ലിൻ്റെ സ്ഥാനത്ത് എല്ല് വരുന്ന എവിടെയൊക്കെയോ അവിടെയൊക്കെ 0 കൊടുത്തുവെച്ചാൽ മതി. ഓക്കെ. ദെൻ കേസ് 2ലും അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 5 എടുക്കുകയാണെങ്കിൽ കേസ് 1ൽ VL ഗ്രേറ്റർ ദാൻ VC ഇൻഡക്ടർ ഡൊമിനേറ്റിംഗ് ആണ്, അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യും. മറ്റേ രണ്ടാമത്തെ VC ഗ്രേറ്റർ ദാൻ VL കറണ്ട് ഡോമിനേറ്റിംഗ് ആണ്, കറണ്ട് ലീഡ് ചെയ്യും. കപ്പാസിറ്റർ ഡോമിനേറ്റിംഗ് ആണ്, അപ്പോൾ കറണ്ട് ലീഡ് ചെയ്യും. ബൈ ആൻ ആംഗിൾ ഓഫ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് XC മൈനസ് XL/R. അപ്പോൾ റിസൾട്ടന്റ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √VR² പ്ലസ് VC മൈനസ് VL ഓൾ സ്ക്വയർ. അതുപോലെ തന്നെ ZLCR ഈക്വൽ ടു √R² പ്ലസ് XC മൈനസ് XL ഓൾ സ്ക്വയർ ഇങ്ങനെ വരും. ലാസ്റ്റ് കേസ് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസൊണൻസ് കണ്ടീഷൻ ഇൻ LCR സർക്യൂട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്താ? VL ഈക്വൽ ടു VC ദാറ്റ് ഈസ് ഈക്വൽ ടു XL ഈക്വൽ ടു XC. അതാണ് റെസൊണൻസ് കേസ്. ആ കേസിലാണ് കറണ്ട് മാക്സിമം വരിക, ഇംപെഡൻസ് മിനിമം ആയിരിക്കും. ഇംപെഡൻസ് ഈക്വൽ ടു R, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ കേസിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ? 0 ആയിരിക്കും. പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ റെസൊണൻസ് കണ്ടീഷനിൽ AC ഫ്രീക്വൻസിയെ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ 1/2π√LC പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ അതിനുശേഷമാണ് പവർ കൺസ്യൂംഡ് ഇൻ LCR സർക്യൂട്ട് ഇക്വേഷൻ പഠിച്ചിരിക്കണം. ERMS × IRMS × cos φ. ഓക്കെ. ഈ ഇക്വേഷൻ കൂടി ഒന്ന് പ്രൂഫ്. ഇപ്പോൾ ഇതിനകത്ത് LCR സർക്യൂട്ടിൻ്റെ പ്രൂഫ്, LCR സർക്യൂട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. പ്രോബ്ലം ഉണ്ടാവും, അത് പ്രോബ്ലം വരാം. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൂഫും വരാം. പവറിൻ്റെ പ്രൂഫും ചെറിയ 1-2 സ്റ്റെപ്സേ ഉള്ളൂ. ഒരു ട്രിഗണോമെട്രി ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത്, അതും പഠിച്ചിരിക്കണേ. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് cos φ. പവർ ഫാക്ടർ എന്നാണ് സാധനം. cos φ മാത്രമായിട്ട് വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. അതെന്താണ്? റെസിസ്റ്റർ സർക്യൂട്ടിൽ എന്താ? φ 0 അല്ലേ? φ ഫേസ് ഡിഫറൻസ് φ 0, cos 0 എന്താ? 1. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. റെസിസ്റ്റർ സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്താ? 1. ഇൻഡക്ടർ സർക്യൂട്ടിലോ π/2, cos π/2 എന്താ? 0. കപ്പാസിറ്ററിലോ 0. അങ്ങനെ അതും പഠിച്ചിരിക്കണം. ഓക്കെ. യെസ്. അപ്പം ആക്ച്വലി AC അത്രയേ ഉള്ളൂ. റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആദ്യം പഠിപ്പിച്ച സാധനം, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതിങ്ങനെ സൈലൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പലരും റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ടിരിക്കണം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നും, പിന്നെ എന്താ അത്? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും ചിലപ്പോൾ. കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേരി ചെയ്യുമ്പോൾ ഉള്ള കറണ്ട്, അതിൻ്റെ നെയിം അതെന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതറിയണം. പിന്നെ അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ അത് ഇക്വേഷൻ C/B = C, പിന്നെ E0 sin ωt ± kx, അങ്ങനെ കാര്യങ്ങൾ ഒക്കെ നോട്ട് തന്നിട്ടുണ്ട്. പിന്നെ യൂസസ് ഓരോന്നിൻ്റെയും, ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി, ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഗാമ അല്ലേ? റേഡിയോ തെറാപ്പി ഗാമ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഗാമ, അതൊക്കെ പഠിച്ചിരിക്കണേ. പിന്നെ സ്റ്റെറിലൈസിങ് കപ്പാസിറ്റി ഉള്ള ഏക വേവ് ഒറ്റൊന്നേ ഉള്ളൂ. അതേതാ? അൾട്രാ വയലറ്റ് UV ആണ് സ്റ്റെറിലൈസിങ് കപ്പാസിറ്റി ഉള്ള വേവ്. വാട്ടർ പ്യൂരിഫയറിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊക്കെ. പിന്നെ റഡാർ സിഗ്നൽസ് ഏതാ? മൈക്രോവേവ്സാണ്. വീഡിയോ സിഗ്നൽസൊക്കെ മൈക്രോവേവ്സാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബുക്കിൻ്റെ ഫാസ്റ്റ് റിവിഷൻ കേട്ടോ. ഇതൊന്ന് കേട്ടിരിക്കണേ, ഒന്ന് കംപ്ലീറ്റ് ഒന്ന് നിങ്ങൾ ഇക്വേഷൻസ് ഇത് വെച്ച് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോട്ടിലൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ.